ഹലോ ഗൈസ്, അങ്ങനെ ഞാനൊന്ന് ടി വി മാറ്റാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൈസെൻസിൻ്റെ ടി വിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് വലിയ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഏകദേശം ഒരു 2.5 വർഷം എന്തോ ആയി ഞാനിത് മേടിച്ചിട്ട്, 2.5-3 വർഷമായി. മെയിൻ പ്രശ്നം ഇതാണ്. ഇത് എൻ്റെ പൊന്ന് ഹൈസെൻസിൻ്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ വൃത്തികെട്ട റിമോട്ട് കൺട്രോൾ മാറ്റുക. ബിക്കോസ് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം നിൽക്കും, മാക്സിമം 2 ദിവസം, അതിൽ കൂടുതൽ നിൽക്കില്ല. ഇപ്പോൾ തന്നെ ഇതിൽ ചാർജ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല, 2 ദിവസം ആയിട്ടുള്ളൂ. ഞാൻ ചുമ്മാ പറയണല്ലോ, 2 ദിവസമായിട്ടുള്ളൂ. ഇതിനി മാറ്റണം. ബാറ്ററി മാറ്റിയാലേ ഇതിനി വർക്ക് ചെയ്യത്തുള്ളൂ. ബാറ്ററി മാറ്റിയിട്ട് വരാം. അപ്പോൾ ബാറ്ററി മാറ്റി, ഇനി നമുക്ക് ഓൺ ചെയ്യാം. കണ്ട, ഓണായി. ഓണാകുമ്പോൾ ഇവിടെ ഒരു വെളിച്ച ലൈറ്റ് കിട്ടും, ഹൈസെൻസ് കാണിക്കും. നെക്സ്റ്റ് പ്രോബ്ലം വൈ ഐ ആം ചേഞ്ചിങ് ഈസ് കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയി. റെസ്പോൺസ് ടൈം ഉണ്ടല്ലോ, ഇത് മാറ്റുന്ന മെനുവും UI ഒക്കെ ഭയങ്കര സ്ലാഗിയും ഭയങ്കര സ്ലോ UI ഗൈസ്. പിന്നെ ഇത് ഗൂഗിൾ TV അല്ല. ഇങ്ങനെയൊക്കെ ഗൂഗിളൊക്കെ എഴുതി കാണിക്കും, പക്ഷേ നമുക്ക് മറ്റേ ഓക്കെ ഗൂഗിൾ ഗോ ഗൂഗിൾ ആ പരിപാടിയൊന്നുമില്ല. ആൻഡ്രോയിഡ് TV ആണത്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇതിൽ അതെനിക്ക് കാണിച്ചു തന്നാൽ ഇതിൻ്റെ പാനൽ ഏകദേശം ഒന്ന് ശോകമായി ഗൈസ്. റെസ്പോൺസ് ടൈമൊക്കെ കണ്ടോ, അയക്കുന്നതനുസരിച്ചിട്ട് ഒരു പിടുത്തം കണ്ടോ, ഒട്ടും സ്മൂത്തല്ല. അത് കാണാൻ പറ്റില്ല. ഫ്രെയിമൊക്കെ ഭയങ്കര, അതായത് ഒട്ടും ഫ്ലൂയിഡിക്കേ അല്ല. കണ്ടോ, ഇത് പ്രായമായതിൻ്റെയാണ് കേട്ടോ, ഒരുപാട് യൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ നെക്കിയത് പോലും ഇല്ല, അല്ലാതെ തന്നെ അത് പോയി. എന്താണെങ്കിലും പിന്നെ അത് മാത്രമല്ല, യൂട്യൂബ് കയറി നോക്കട്ടെ. കണ്ടോ ഇവിടെ കണ്ട ബേണിനായതാണ്. അതാണ്ട ഈ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ, അല്ല മെയിൻ റീസൺ വൈ ഐ ആം ചേഞ്ചിങ്. മൊത്തത്തിൽ ഒരു സറൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ പാനൽ ഏകദേശം ഒന്ന് പുകഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും ഈ സാധനം അടിച്ചു പോവാം. പക്ഷേ നല്ല TV ആയിരുന്നു. ആസ് ഫസ്റ്റ് ഇറ്റ് വാസ് എ ഗുഡ് TV. പക്ഷേ ഇപ്പോൾ നമുക്ക് ബാക്കൊക്കെ അടിക്കാൻ മറ്റേ ഒട്ടും റെസ്പോൺസീവ് അല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതേപോലെ മൂത്തൊക്കെ ഇത്തിരി. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫും കുറച്ച് ഷ്വാഗുമാണ്. അതുകൊണ്ട് ഞാനിത് തട്ടിയിട്ട് മറ്റൊരു TV എടുക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ചും കൂടെ എസ്തെറ്റിക് ലുക്സും. പിന്നെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന പോലെ ഗ്ലെയർ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്ലെയർ ഇല്ലാത്ത അങ്ങനത്തെ ഒരു മാറ്റ് ഫിനിഷ് പരിപാടി വരുന്ന ഒരു TV ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ TVയുടെ അൺബോക്സിങ്ങും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണാം. ഏതാണ് TV എന്ന് അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതുകൊണ്ടാണ് ഞാൻ ഈ ഹൈസെൻസിൻ്റെ ടൊർണാഡോ 2 അല്ല 1 ഞാൻ തട്ടുന്നത്. നല്ലതായിരുന്നു അത്യാവശ്യം. ഇറ്റ് വാസ് എ ഗുഡ് TV. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ വെടിയും പുകയും തീർന്നിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈസലിക്കാരെ കടയിൽ വന്നിരിക്കുകയാണ്. IT നെറ്റിൽ. എന്തിനാണ് ആ TV എടുക്കാൻ. അതാണ് നമ്മളുടെ നെക്സ്റ്റ് TV. സോ അപ്പം നമ്മുടെ സ്വന്തം ഫൈസലിക്കാരെ കടയിലാണ് വന്നിരിക്കുന്നത്. പുള്ളിയുടെയാണ്. എനിക്ക് TCL വേറെ ആരെങ്കിലും TCL ഇവിടെ ചെയ്യണുണ്ടോ? ഇല്ലല്ലോ, കുറവല്ലേ. ഓഫ്ലൈൻ IT നെറ്റ് മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ. അല്ലാതെ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ അറിയാലോ നമ്മൾ അവിടുത്തെ TV C7X സ്റ്റാൻഡേർഡ്, എന്നിട്ട് C7 ആ സാധനമാണ്. പക്ഷേ ഇത് അവരൊരു വെറൈറ്റി ഐറ്റമാണ്. ഒരു ഫ്രെയിം പോലെയൊക്കെ വെച്ചിട്ടൊരു നല്ല രസമുണ്ട്. ഭയങ്കര മിനിമൽ ഐറ്റം. QLED അല്ലേടാ ഇത്? QLED അല്ലേ? QLED ആണ്. QLED LED ഗൈസ്. ഇതാണ് TV അപ്പ് ക്ലോസിൽ. അതിന് ഞാൻ എന്തായാലും വരുമ്പോൾ എല്ലാം പറഞ്ഞു തരാം. പക്ഷേ ഞാൻ പറയും ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനം. പിന്നെ ഈ സൗണ്ട് ബാർ ഇല്ല കേട്ടോ, Bang & Olufsenൻ്റെ TCLൻ്റെ. ഇത് വരുമ്പം ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ TV എത്തും. മറ്റന്നാൾ അതൊന്ന് ഇൻസ്റ്റലേഷൻ പരിപാടി ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു TVയുടെ അകത്ത് തന്നെ ഇതിന് വെക്കാനുള്ള ബ്രാക്കറ്റൊക്കെ വരണുണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം എന്തൊക്കെ ടൈപ്പ് ഓഫ് പോർട്ടുകളാണ് അവൈലബിൾ. ഇതൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. പിന്നെ നമ്മൾ ഈ സാധനം മാഗ്നറ്റിക്കലി ഇളവും. ഇതിങ്ങനെ നമുക്കിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇളക്കാം. ഇത് മാഗ്നറ്റിക്കലിയാണ് സാധനങ്ങളൊക്കെ ചെയ്യാൻ. കണ്ടോ, ഭയങ്കര രസമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മെയിൻ പരിപാടി, നമ്മളൊരു ഫ്ലാറ്റിലായതുകൊണ്ട് ഇതിൽ ഗ്ലെയർ അടിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ മെയിൻ റീസണും അതാണ്. ബിക്കോസ് ഇപ്പോഴത്തെ TV ഒക്കെ ഗ്ലെയർ അടിക്കും ഭയങ്കരമായിട്ട്. ഇത് ചെറുതായിട്ട് ഞാൻ വലിപ്പം തന്നെ നമുക്ക് നോക്കും. ഇവിടെ ഈ മണ്ടയിലൊരു ലൈറ്റ് ഉണ്ട്, എന്നിട്ട് പോലും അതത്ര എവിഡൻ്റ് നമുക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പം IT നെറ്റ് മറക്കണ്ട, നമ്മുടെ കടയാണ്. നമ്മുടെ കടയെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടൊരു കാര്യമൊന്നുമില്ല.
എല്ലാം ഡിസ്കൗണ്ട് വല്ലതും കൊടുക്കൂടെ? ഇവനാണ് ആളാട്ടോ, ഇവനെ പിടിച്ചാൽ മതി, ജെയ്സൺ. നിങ്ങൾ വിചാരിക്കും ഇതാരാ, പക്ഷെ കടയിലാളാണ്, മെയിൻ ആളാണ് ഇവിടുത്തെ. അപ്പോൾ ഫൈസലിക്ക വീട്ടിലാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ എന്തായാലും സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിൽ നിന്നും സ്ഥിരമായി കാശ് മേടിക്കുന്ന ഒരുത്തിനെ കാണിച്ചു തരാം. ഇതായിരിക്കുന്നു അവൻ്റെ സന്തോഷം കണ്ട, അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരണത്, സ്ഥിരം ആളാ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ സാധനം വരട്ടെ, ബാക്കി വീഡിയോ അപ്പോൾ. Good morning, ladies and gentlemen. Welcome to your favorite അതിമനോഹരമായ ഒരു പെയിൻറ്റിംഗ് അല്ലേ ഗൈസ്? യെസ്, ഇത് വാൻ ഗോയുടെ സ്റ്റാറി നൈറ്റ്സ് ആണ്. ആൻഡ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു പെയിൻറ്റിംഗ് ആണെന്നേ ആരും പറയത്തുള്ളൂ. പക്ഷേ ഇത് പെയിൻറ്റിംഗ് അല്ല, ഇതൊരു TV ആണ് എന്ന് നിങ്ങളാരും വിചാരിക്കില്ല. ഇതിൻ്റെ പേര് TCLൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഫ്രെയിം എന്ന് പറയുന്ന അവരൊരു മോഡലാണിത്. ആൻഡ് ഈ TV ഞാൻ എന്തുകൊണ്ട് മേടിച്ചു എന്നുള്ളതിന് 2-3 മെയിൻ ഘടകങ്ങളുണ്ട്. അതായത് ഈ TVക്ക് കുറച്ച് പോരായ്മകളുണ്ട്, എന്നാൽ ഈ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിനൊക്കെ പറ്റിയൊരു സംഭവമാണ്. അത് എന്തുകൊണ്ട് ഞാൻ പറയാനാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞ പോലെ ഹൈസെൻസാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഏകദേശം അടിച്ചു പോവാറായി, അതുകൊണ്ട് ഞാനത് ദാനം കൊടുത്തിരിക്കുകയാണ്. TCL ഞാൻ C6K ആണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് മേടിക്കണമെന്ന്. പക്ഷേ IT നെറ്റിൽ പോയി ഞാൻ ഈ TV കണ്ടപ്പം എനിക്കെന്നെ വേറെ ഒരു TVയും എടുക്കാൻ തോന്നിയില്ലടേ. അത്ര സൂപ്പറായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. 2-3 കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓവറോൾ മിനിമൽ ഡിസൈനാണ്. അതായത് ഈ ഫ്രെയിം നമുക്ക് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് ഊരി വയ്ക്കാം, വെറുതെ ഒരു വെള്ള TV ആയിട്ട് മാത്രം വയ്ക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് മാഗ്നറ്റിക്കലി ഇതിൻ്റെ ഫ്രെയിം അറ്റാച്ച് ചെയ്യാം. ഒരു രീതിയിൽ ഇത് ബ്ലാക്ക് ഫ്രെയിം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നതിന് എനിക്ക് പേഴ്സണൽ ഇതുണ്ട്. പക്ഷേ വൈറ്റ്, ഈ ഒരു ഓഫ് വൈറ്റ് ഫ്രെയിം നല്ല രസമുണ്ട് എന്നാണെങ്കിലും. അതാണ് ഈ TVയുടെ പേര്. ഇതിൻ്റെ ഒരു ചെല്ലപ്പേരുണ്ട്, TCL A300W. ഇത് 75 ഇഞ്ചാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ 65 ഉണ്ട്, 75 ഉണ്ട്, 55 ഉണ്ടെന്ന് തോന്നുന്നു. ഇത് 75 ഇഞ്ച് മേടിക്കുക 1,30,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. മറ്റേ TCLൻ്റെ C6K ഒക്കെ ഉണ്ട് കേട്ടോ, അതും അത്യാവശ്യം അടിപൊളിയാണ്. QD മിനി LED ടെക്നോളജിയാണ്. ഇത് QLED ടെക്നോളജിയാണ്, QLED ആണ് ഇതിൻ്റെ അകത്തുള്ളത്. VA പാനലാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് വൺ ഓഫ് ദ ഡ്രോബാക്കാണ്. അത് മോശമെന്നല്ല, നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പം കളർ ഷിഫ്റ്റ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റേ മാച്ചൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരു മൂലയിലിരുന്നാണ് TVയിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഈ നടുക്കിരുന്ന് കാണുന്ന ആ ഒരു കളറുണ്ടല്ലോ, അത് കിട്ടൂല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം VA പാനൽസിനുണ്ട്, അത് ഇതിലും ഉണ്ട്. നമുക്കൊരു കളർ ഷിഫ്റ്റ് വരുന്നുണ്ട് നമ്മളൊന്ന് ചരിഞ്ഞൊക്കെ നോക്കണ സമയത്ത്. അല്ലാത്ത പക്ഷം പോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് പോർട്ട് അടിപൊളി സെലക്റ്റീവ് ഓഫ് പോർട്ട്സ് ഉണ്ട് കേട്ടോ. ഹെഡ്ഫോൺസ് ജാക്കില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. നമുക്കൊരു പവർ സോക്കറ്റ് വരുന്നുണ്ട്, മറ്റേ മെയിൻ ഇത് കൊടുക്കാൻ, ഔട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 HDMI പോർട്ടുകൾ വരുന്നുണ്ട്. അതിലൊരെണ്ണം EARC, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സൗണ്ട് ബാറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു PS5 ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അതിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് 144 ഹെർട്സ് ആണ്. അടുത്തൊരു പോർട്ടുണ്ട്, അതും 144 ഹെർട്സ് ആണ്. പിന്നെ ഒരു 60 ഹെർട്സിൻ്റെ പോർട്ടും, പിന്നെ ഒരു 60 ഹെർട്സ് 4K. ഇതെല്ലാം 4K സപ്പോർട്ടഡ് ആണ്, 8K അല്ല. 4K 144 ഹെർട്സ്, അത് 2 പോർട്ടാണ് വരുന്നത്. അതിൽ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് PS5 കണക്ട് ചെയ്യാം. അപ്പോൾ 120 FPS വരെയൊക്കെ റിഫ്രഷ് റേറ്റ് നമുക്കിതിൽ കിട്ടും. മറ്റേത് നമുക്ക് എന്തെങ്കിലും ഇപ്പോഴത്തെ മാർഷലിൻ്റെ സ്പീക്കറോ അല്ലെങ്കിൽ ഒരു സൗണ്ട് ബാറൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ലാൻ വരുന്നുണ്ട്, പിന്നെ ഒരു USB 3.0 വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു കേബിൾ, പിന്നെ ഒരു സാറ്റലൈറ്റ് ഇന്നും, പിന്നെ കേബിൾ ANT സാധനവും, പിന്നെ ഓഡിയോ ഔട്ടിൻ്റെ ഒപ്റ്റിക്കലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഹെഡ്ഫോൺസ് ജാക്കില്ല. അതൊരു വല്ലാത്ത അടിയായി പോയിട്ടത്. അത് ഇപ്പോൾ വന്ന് ഹെഡ്ഫോൺസ് ജാക്ക് TVന്ന് എടുത്ത് കളഞ്ഞാട്, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ബാക്കിൽ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹുക്കിംഗ് പരിപാടിയാണ്, ഇതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്. ഈ വാളിലോട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കാനായിട്ട് ഉള്ളൊരു സെറ്റപ്പ് ആയതുകൊണ്ട് അവർ തന്നെ നമുക്ക് ഈ ഹുക്ക് തരുന്നുണ്ട്, ഈ പറയുന്ന സോക്കറ്റ്. അതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിലൊരു കൊളുത്ത് പോലത്തെ ഒരു പരിപാടി ഉണ്ട്. ആ കൊളുത്ത് പോലെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടി ഇങ്ങനെ കിടക്കും.
അപ്പോൾ എന്തെങ്കിലും വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ പൊക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബട്ട് എഗെയിൻ ദ ടി വി ഈസ് വെരി നൈസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഞാൻ ഇതിലോട്ട് ചാടാനുള്ളത് മാറ്റ് ഫിനിഷാണ് ഇത് വരുന്നത്, ഗ്ലോസി അല്ല. അപ്പം ഞാൻ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം, സണ്ണിൻ്റെ ഒരു അടി വരും, ലൈറ്റ്സിൻ്റെ അടി വരും, അതൊക്കെ ഇത് അത്യാവശ്യം കട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ C6K എടുക്കാതെ ഈ ടി വി മേടിച്ചതിൻ്റെ മെയിൻ കാരണം. ഈ ഫ്ലാറ്റിൽ നിന്ന് അവിടെ നിന്ന് സൺറൈസ് അടിക്കും, നല്ല രീതിയിൽ റിഫ്ലക്ഷൻ വരും. നിങ്ങൾ തന്നെ ഇപ്പോൾ നോക്കുക, ഒരു റിഫ്ലക്ഷനും ഇല്ല. ഇതിപ്പോൾ ഞാൻ അണച്ചാൽ പോലും അത്യാവശ്യം റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതുകൊണ്ടാണ്, ദിസ് ഈസ് ദ പ്രൈമറി റീസൺ വൈ ഐ ബോട്ട് ദിസ് ടി വി. പിന്നെ നമുക്ക് 2 റിമോട്ട് തരും കേട്ടോ, ഒരു റിമോട്ടൊന്നുമല്ല. ഇത് ഭയങ്കര നൈസ് റിമോട്ട് കേട്ടോ, നല്ല ഒരു റിമോട്ട് കൺട്രോളായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. നമുക്ക് ഗൂഗിളില്ല, പക്ഷേ ഗൂഗിളിൻ്റെ മറ്റേ ഈ ബട്ടൺ ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ടി വി ആയിട്ട് യൂസ് ചെയ്യാം. വോളിയം അപ്പും ഡൗൺ സൈഡിലാണ് കൊടുത്തേക്കുന്നത്, മ്യൂട്ടും സൈഡിലാണ് കൊടുത്തേക്കുന്നത്. ഇത്ര മിനിമലായിട്ടുള്ള ഒരു റിമോട്ടും വരുന്നുണ്ട്. ഇതാണ് TCLൻ്റെ നോർമൽ റിമോട്ട് കൺട്രോൾ. ഈ സാധനവും നിങ്ങൾക്ക് പെട്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ 2 റിമോട്ട് കൺട്രോൾ, ഒരെണ്ണം അല്ലേ 2 എണ്ണം. ഇത് അത്യാവശ്യം നൈസായിട്ടുണ്ട്. ചാനൽ അപ്പ്, നമുക്ക് ഹോമുണ്ട്, നമുക്ക് ബാക്കി പോകാനുള്ള ബട്ടൺ, ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഈ വഴി ഇത് നെക്കിക്കഴിഞ്ഞാൽ നിന്നിപ്പോൾ തന്നെ എയർ പ്ലേ ഇതിലോട്ടൊക്കെ മാറാം. ടി വി ഇപ്പോൾ ആരും കാണാറില്ല. ആരെങ്കിലും ടി വി കാണാറുണ്ട് അവിടെ, മറ്റേ ഏഷ്യാനെറ്റിൻ്റെ ഇവിടെ ഉണ്ട് ആ സാധനം, ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ വേറൊരു പോരായ്മ സൗണ്ടില്ല. 20 വാട്ടിൻ്റെ സ്പീക്കറാണ് ഈ ഒരു ടി വിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ടി വി മേടിക്കുന്ന ഒരു സൗണ്ട് ബാറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള മാർഷലിൻ്റെ ഇങ്ങനത്തെ സ്പീക്കർ ഉണ്ടെങ്കിൽ നൈസാണ്. അല്ലാത്ത പക്ഷേ ഇതിൻ്റെ ഔട്ട് ഒരു ബേസി അല്ല, ഒരു നോർമൽ ടി വി എന്നൊക്കെ വരുന്ന ഒരു ഫീലിംഗ് ആണ്. 20 വാട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം. ആൻഡ് ടി വിയുടെ പിക്ചർ പരിപാടിയൊക്കെ അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 144 ഹെർട്സ് വരെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറും ഇപ്പോൾ PC ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം, എന്നിട്ട് വാലോ ഒക്കെ കളിക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയില്ല, QLED ആയതുകൊണ്ട് സൈഡ് ലൈറ്റിംഗ് ആണ് അവർ കൊടുത്തേക്കുന്നത്. മറ്റേത് നിങ്ങൾക്ക് എല്ലാവർക്കും QLED എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്കിലൊരു ലൈറ്റിംഗ് കാണും, അത് വെച്ചിട്ട് ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എത്രത്തോളം നിങ്ങൾക്ക് QLEDs ഉണ്ട് അത് വെച്ചിട്ട് കളർ ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇതിന്. പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണില്ലേ, അതിലുള്ള സെയിം ടെക്നോളജി അതിലുള്ള 10 ബിറ്റ് പാനലല്ല, 8 ബിറ്റ് പാനലാണ് വരുന്നത്. ഇപ്പോഴത്തെ ഹരം കയറുന്ന പാട്ടാണിത്. അത് ഞാൻ പാട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ചെറുക്കൻ കോപ്പിറൈറ്റ് അടിച്ച് കൈ തരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാട്ടൊന്ന് കാണിച്ചു തരാം, പാട്ടിൻ്റെ ഒരു ക്ലാരിറ്റി. ഇതാണ് വിവിഡ് കേട്ടോ, ഇതാണ് എൻ്റെ ശരിക്കുള്ള കളർ. അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അവൻ്റെ ഷർട്ടൊക്കെ നോക്കിയാൽ മതി. ഇൻ്റലിജൻ്റ് എന്ന് പറയുമ്പോൾ മൂവി മോഡിലോട്ട് പോകും, പക്ഷേ വിവിഡ് ഇടുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ നല്ല കളേഴ്സ് വരും. അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്, 100% നമുക്ക് ഇടാം. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് HDR കൺവേർഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ സാച്ചുറേഷൻ കൂട്ടാം, കുറയ്ക്കാം, ഡൈനാമിക് കളേഴ്സ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. മോഷൻ ലോ ഇടുന്നതാണ് നല്ലത്. എനിക്ക് മറ്റേ ഒരുപാട് മറ്റേ വൃത്തികെട്ട ഒഴുക്കും എനിക്കിഷ്ടമല്ല. എസ്പെഷ്യലി മോഷൻ ക്ലാരിറ്റി ഇടുകയാണെങ്കിൽ നിങ്ങൾ സ്പോർട്സില്ലേ, നിങ്ങൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ സാധനം കാണുമ്പോൾ ഇതൊന്നൊരു മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലാത്ത വശം ലോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഡൈനാമിക് ആക്സിലറേഷൻ എന്ന് പറയുന്ന സാധനം റിഫ്രഷ് റേറ്റാണ്. ഓട്ടോമാറ്റിക്കലി TV കണ്ടെത്തിയിട്ട് അതിലോട്ട് മാറും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പിക്ചർ പരിപാടി വരുന്നത്. അടിപൊളി വരുന്ന സാധനം. പിന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ മറ്റേ HDR വീഡിയോ മൈക്കിലോട്ട് സംസാരിക്കണം, മറ്റേ ആ സാധനമില്ല, TV കേൾക്കൂല. അതിന് ഗൂഗിൾ സപ്പോർട്ട് വേണം, അതില്ല ഇതിൽ. ഇതൊക്കെ ഇടുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റി തന്നെയാണ്, അതിലിപ്പോൾ ഒരു മോശമൊന്നും പറയാനൊന്നുമില്ല. നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് ഒക്കെ തന്നെയാണ്. 4K HDR ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി HDRലോട്ട് പോകും. അതേപോലെ നിങ്ങൾക്ക് മറ്റേ ഡോൾബി വിഷൻ IQ ഒക്കെ കിട്ടുന്നുണ്ട്. DTSൻ്റെ സപ്പോർട്ടുണ്ട്, അത് TV പോരാ. പക്ഷേ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയൊക്കെ ഇടുന്ന സമയത്ത് മുകളിൽ സൈഡിലായിട്ട് ഡോൾബി വിഷൻ എന്ന് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അപ്പോൾ അതൊക്കെയാണ് ഈ TV പറ്റി മെയിനായിട്ടും പറയാനുള്ള സാധനങ്ങൾ. അടിപൊളി TV, എനിക്ക് ഭയാനകമായി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ജീവിതങ്ങളിൽ എല്ലാവർക്കും ഈ ഒരു സാധനം ഭയങ്കര മുതൽക്കൂട്ടാവുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൗണ്ട് കാണിക്കായി ഇപ്പം കാർത്തി കോപ്പിറൈറ്റ് തരൂല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കണം ഇതിലാണ്, അതൊന്ന് മാറ്റണം. നേരെ സെറ്റിങ്സിൽ പോയി കണ്ടോ, ഇതിലിപ്പോൾ ഡോൾബി അറ്റ്മോസ് ഉണ്ട്, DTS വെർച്വൽ X,
ഇതിപ്പോൾ ഓട്ടോ ആണ് ഇട്ടേക്കുന്നത്. അത് അങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ കോണ്ടന്റ് അനുസരിച്ച് അറ്റ്മോസും വെർച്വൽ എക്സിലോട്ടൊക്കെ മാറും. ഓഡിയോ ഇൻപുട്ട് ഞാൻ ഇപ്പോൾ ARCയിലാണ് ഇട്ടേക്കുന്നത്, അതായത് മാർഷലിലാണ് ഇട്ടേക്കുന്നത്. ഇതാണ് ഇന്റേണൽ സ്പീക്കർ. നല്ല സൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബേസ് കുറവാണ്. അതിനാണ് ഞാൻ നൈസായിട്ട് ARCയിലോട്ട് ഇട്ടത്. ഇനി ഇപ്പം എന്താ അതുകൊണ്ട് നിങ്ങളും ഇതുപോലത്തെ സൗണ്ട് മാർ മേടിക്കുകയാണെങ്കിൽ ഇതിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരിപാടി ഗൈസ്. എന്താണെങ്കിലും സാധനം അടിപൊളിയാണ്ട. റിമോട്ട് കൺട്രോളൊക്കെ ഉണ്ടോ, റെസ്പോൺസൊക്കെ വൺ സൂപ്പറാണ്. അതായത് നമുക്ക് എവിടെയെങ്കിലും നാവിഗേറ്റൊക്കെ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്, വളരെ ഫാസ്റ്റാണ്. സോ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ നൈസാണ്. പിന്നെ UIയും അത്യാവശ്യം റെസ്പോൺസീവുമാണ്. നമുക്ക് നിങ്ങൾ മറ്റേ ഹൈസെൻസിൻ്റെത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഫ്രഷ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. പക്ഷേ എന്നാൽ പോലും ഐ തിങ്ക് ദിസ് ഈസ് എ ന്യൂ TV. ഒരു 2 വർഷം എന്തായാലും ഈ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. സോ എനിക്ക് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇത് ഞാൻ നോക്കിയത്. ഇതേപോലെ കാർട്ടൂണൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേ പൈസ കൊടുക്കണം, കാർട്ടൂൺ കാണാൻ വേണ്ട. പിന്നെ TV-യിലോട്ട് പോയി ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് HDMI ഇതിലോട്ട് ആക്സസ് ചെയ്യാം. HDMIയിൽ ഏതാണ്. അപ്പം ഞാൻ TV-യിൽ അത് ഊരിയിട്ടേക്കുകയാണ്. ഡിവൈസ് കണക്റ്റഡ് ടു HDMI. അതായത് മറ്റേ ഈ ഏഷ്യാനെറ്റ്. ഈ ഒരു ക്ലാരിറ്റി ഇട്ട് ഞാൻ ഇപ്പോൾ ആരും ഈ സാധനം കാണാറില്ല. അതിൽ തന്നെ ഈ HD ചാനലുകളും ഉണ്ട്. അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാനൊന്നും ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒരു സാധനം കാണാറേ ഇല്ല. പണ്ടൊക്കെ നമ്മൾ എപ്പോൾ നോക്കിയാലും ചാനൽ മാറ്റി കളിക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. എന്താണെങ്കിലും അങ്ങനെയൊക്കെ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിത് HDMI ഇത് കണക്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഊരിയിട്ടത് ഇവിടെ കുറച്ച് കഴിയുമ്പം HDMI to കണക്റ്റഡ് ഇങ്ങനെ പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഊരിയിട്ടത്. പിന്നെ ഈ ബട്ടണിൽ ഈ ഫ്രെയിമിനാടെ ഈ റിമോട്ടിൽ ഇത് നെക്കുമ്പോഴാണ് ഈ ഒരു മോഡിലോട്ട് പോകണം കേട്ടോ. ഇതിൽ 2-3 പ്രശ്നമുണ്ട്. നമ്മുടെ ഫോട്ടോസ് നമുക്കിതിൽ ആഡ് ചെയ്യാം. 100 ഫോട്ടോസേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തോ 100 ഫോട്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ എല്ലാവരും ആയാലും ഒരു 1000-2000 ഫോട്ടോ ഒക്കെ ഉണ്ടാകും. 100 ഫോട്ടോസേ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഫോട്ടോസ്. അല്ലാത്ത വശം ഇത് ഇൻബിൽട്ട് ആയിട്ടൊക്കെ വരണയാണ്. ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ ഇത് നോക്കിയിട്ട് എടുക്കാം. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഫോട്ടോസ് മാറുന്ന സമയത്ത് ലോഡിങ് റിസോഴ്സസ് എന്നിങ്ങനെ കാണിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഈ സാധനം റിസോഴ്സ് ഈസ് ലോഡിങ്. ഇതിങ്ങനെ, അതായത് നിങ്ങൾ ഈ ഫോട്ടോയിൽ നിന്ന് വേറൊരു ഫോട്ടോയിലോട്ട് ചാടുമ്പം അത് വരും. കണ്ട, അത് കുറച്ച് നേരമേ ഉള്ളൂ. എന്നാലും അത് സ്മൂത്തായിട്ട് ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ അനിമേഷനെ നല്ല രസമായിരുന്നു അതിന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ആയിട്ട്, ഇപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് TV ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വെച്ചാൽ ഹായ് നല്ല പെയിൻറ്റിങ്, പെട്ടെന്ന് നോക്കുമ്പോൾ അത് TV ആയി മാറും. TV എന്ന് ചോദിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്ലേ. ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് അർത്ഥവത്തായ ഏതോ ഒരു പെയിൻറ്റിങ്ങാണ്. ഒരാളുടെ ബോഡിയിൽ പീരങ്കി വെച്ചിട്ട് അയാളെ കയ്യിലൊരു പച്ചല, പീരങ്കിയായ തലയാണെന്നാണ്. ഒരുപാട് സൗണ്ട് ഉണ്ടാക്കും. അല്ല എന്തോ അർത്ഥവത്തായ ഒരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ എന്താണെങ്കിലും അതാണ് എൻ്റെ ലേറ്റസ്റ്റ് TCLൻ്റെ A300W അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രെയിം എന്ന് പറയുന്ന TCLൻ്റെ ഈ ഫ്രെയിം TV. മെയിനായിട്ടും ഇതിൻ്റെ ഒരു സെല്ലിങ് ആസ്പെക്റ്റ് എനിക്ക് തോന്നിയത് വെരി നൈസ് കളർ പാനൽ ആൻഡ് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് റിഫ്ലക്ഷൻ ഭയാനകമായി കട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഫ്രെയിം പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദാറ്റ് ഈസ് വൈ ആൻഡ് ഇറ്റ്സ് വെരി മിനിമൽ ഓൾസോ. അതുകൊണ്ടാണ് ഞാൻ ഈ TV-യിലോട്ട് ചാടിയത്. 1,30,000 രൂപ എന്തോ ആണ് ആമസോണിൽ നിന്ന് മേടിക്കുക. പിന്നെ ഞാൻ ഇത് IT നെറ്റിൽ നിന്നാണ് മേടിച്ചത്. IT നെറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. ബട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് കൊച്ചിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ IT നെറ്റിൽ പോയി ഡയറക്റ്റ് ഇതൊക്കെ ഈ സാധനം അവിടെ ഡെമോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കണ്ട് യൂസ് ചെയ്ത് നിങ്ങൾക്കത് മേടിക്കാം. റിമോട്ട് ഇല്ലെങ്കിൽ എങ്ങനെ ഓൺ ചെയ്യും എന്നൊരു ചോദ്യം വരും. അതെന്താണ്ട് ഇവിടെ ഒരു തള്ളി നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഇതിൻ്റെ അറ്റത്ത്. അവിടെ ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഇതേപോലെ കൺട്രോൾ ചെയ്യാം. മനസ്സിലായേ? പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, TV അത്യാവശ്യം നന്നായി ചൂടാകും കേട്ടോ. വെറുതെ ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് TV കുറച്ച് ചൂടാവുന്നുണ്ട്. അത് ഭയങ്കര സ്ലിമ്മാണ്. ഈ TV മറ്റേ തടിയില്ല, ഭയങ്കര സ്ലിമ്മായിട്ടുള്ള TV ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുറച്ച് ചൂടാവുന്നുണ്ട്.
ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. പിന്നെ ഞാൻ പറയും, ഈ ഒരു സറൗണ്ടിങ്ങിൽ നിന്നാണ് അവർ ലൈറ്റ് എമിറ്റ് ചെയ്തേക്കുന്നത്. അത് QLEDൻ്റെ പ്രശ്നമാണ്. QD മിനി LED കുറച്ചും കൂടെ ബെറ്ററാണ്, കുറച്ചും കൂടെയൊക്കെ ഡിമ്മിങ് സോണും അതും ഇതൊക്കെ വരുന്നുണ്ട്. ബ്ലാക്സൊക്കെ കുറച്ചും കൂടെ ബ്ലാക്സ് ആയിരിക്കും. ഇതിൽ അങ്ങനെ ഒരു ഹാർഡ് കോർ ബ്ലാക്ക് നമുക്ക് കിട്ടില്ല. ഒരിക്കലും ഒരു OLED TV-യുടെ ഒരു ഫോക്കസിലോട്ട് ചിന്തിക്കരുത്. OLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഈ പറയുന്നത്, ഇപ്പോൾ ഇതിനിപ്പോൾ സൈഡ് ലൈറ്റിംഗ് ഉണ്ട്. മറ്റേ QLED മിനി LEDയിൽ ബാക്കിലായിരിക്കും ഒരു ലൈറ്റ് എമിറ്റിംഗ് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആണ് ലൈറ്റിന് ഇത് ചെയ്യുക. OLEDയിൽ ലൈറ്റ് അങ്ങനെ വെക്കണ സാധനമില്ല. ആ ഡയോഡിൽ തന്നെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ കളർ വേണം അത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ബ്ലാക്ക് ആവണ സമയത്ത് ഈ പറയണ ലൈറ്റ് എമിറ്റേ ചെയ്യാത്ത സെറ്റപ്പാണ്. ബിക്കോസ് ബ്ലാക്ക് ഏറ്റവും പിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ ഒരു TVക്കൊക്കെ അങ്ങനെ കിട്ടുന്നത്. ഈ TVയിൽ നിന്ന് നമുക്ക് വെളിച്ചം ഒരു ലൈറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കറുത്ത എൻവയൺമെൻ്റ് ഒന്നും അത്ര കറുപ്പായിട്ട് ഫീൽ ചെയ്യാത്തത്. ഫോർ എക്സാമ്പിൾ, ഹേ ഗൂഗിൾ, ക്യാൻ യു പ്ലേ ഇൻ്റർസ്റ്റെല്ലാർ? വാച്ച് ഇൻ ഹോട്ട്സ്റ്റാറിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അത് ആപ്പിലോട്ട് നോക്കിയിട്ട് ഇൻ്റർസ്റ്റെല്ലാർ പ്ലേ ചെയ്യുകയാണ്. ഇൻ്റർസ്റ്റെല്ലാറൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണാൻ കണ്ടത്. അത്യാവശ്യം ഞാൻ ബ്ലാക്കിനൊരു ഫെയ്ഡഡ് ബ്ലാക്കാണ്. മറ്റേത് നല്ല പിച്ച് ബ്ലാക്ക് ആയിരിക്കും. മറ്റേ ഈ QLEDലും അത്യാവശ്യം പിച്ച് ബ്ലാക്കാണ്. OLEDയില്ലേ ആ സാധനത്തിന് പിച്ച് ബ്ലാക്ക് ആയിരിക്കും. ഇതിൽ നമുക്ക് അത്യാവശ്യം ഇത്തിരി ഫെയ്ഡഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്സാണ് വരുന്നത്. കുറച്ച് ഒരു ഇത് വരും, എന്താ പറയുക, ഒരു ഇതിൻ്റെ വില. പിന്നെ 10-bit പാനൽ അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും കളേഴ്സിലും ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഐ ലവ് ദ TV. എൻ്റെ ആവശ്യങ്ങൾ നടന്നു പോകും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ പറയാം, നിങ്ങൾക്ക് ഭയാനകമായിട്ട് 10-bit പാനൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ TCLൻ്റെ C6K ഒക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അത് മറ്റേ മിനി LED ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഡിമ്മിങ് സോൺസൊക്കെ കൂടുതലാണ്. സോ യു ക്യാൻ പ്രിഫർ മറ്റേ QD മിനി LED ടെക്നോളജി. ഇത് QLED പാനൽ 8-bit ഉള്ളൂ, FRC ഉള്ള. മറ്റത് 10-bit. അതാകുമ്പോൾ നമുക്ക് മറ്റേ ഒരു ഇത് വരില്ല. അതായത് പിക്ചേഴ്സ് ഭയങ്കര സ്മൂത്തായിരിക്കും. ഈവൻ സീൻസ് മാറുന്ന സമയത്തും നമുക്കൊരു ബ്രേക്കിങ്ങോ അങ്ങനെ ഒന്നും വരത്തില്ല. മറ്റത് 10-bit ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. ഇതിൽ FRC ഉണ്ടെങ്കിൽ പോലും ഇറ്റ് വോണ്ട് ബി ആസ് ഗ്രേറ്റ് ആസ് എ 10-bit പാനൽ. ഒരിക്കലും നമുക്കൊരു 8-bit FRCയെ 10-bit ആയിട്ട് നമുക്ക് ഇക്വലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് മേടിക്കേണ്ടവർക്ക് IT നെറ്റിൽ പോകാം, അല്ലാത്തവർക്ക് ആമസോണിലും TCLൻ്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ TV പർച്ചേസ് ചെയ്യാവൂ എന്നാണ്. അത് നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ പോയി കണ്ട് സെറ്റ് ചെയ്യുക. പിന്നെ വില കൂടുന്ന TVക്കൊക്കെ അടിപൊളി സാധനങ്ങളുണ്ട്. സോണി, LG, സാംസങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ പ്രൈസ് ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ TCL ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അത് മാത്രമല്ല സോണിയുടെ മേജർ ഷെയർസിനെ TCL മേടിച്ചിരിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. 2027 തൊട്ട് നിങ്ങൾക്കിനി സോണി ബ്രാവിയൊക്കെ ഇനി TCLൻ്റെ ഒരു സാധനങ്ങളൊക്കെ കാണാം. സോണിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോണി ബ്രാവിയ എന്ന് പറഞ്ഞാൽ ഈ കളർ ടോണൊക്കെ സെറ്റ് ചെയ്യുന്നത് സോണിയുടെ ഒരു കളർ ടോണാണ്. മനസ്സിലായില്ലേ? LGക്ക് LGയുടേതായുണ്ട്, സാംസങ്ങിൻ്റേതായുണ്ട്, TCLൻ്റേതായുണ്ട്. ഇവർക്കൊക്കെ പാനൽ കൊടുക്കുന്നത് ഇവന്മാരൊക്കെയാണ്. TCL, ഹൈസെൻസ് ഒക്കെയാണ് സോണിക്കും മറ്റന്മാർക്കൊക്കെ പാനൽ കൊടുക്കുന്നത്. സാംസങ്ങിനില്ല, സാംസങ് സ്വന്തമായിട്ടാണ് പാനൽ ഉണ്ടാക്കുന്നത്. അല്ലാത്തവർക്കൊക്കെ പാനൽ കൊടുക്കുന്നത് ഈ പറയുന്ന ബ്രാൻഡുകളൊക്കെയാണ്. അപ്പോൾ TCL എന്തായാലും സോണിയായിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറൊക്കെ വെച്ചിട്ട് അവന്മാർ പുതിയ കുറേ കിടിലൻ TVകൾ 2027 നമുക്ക് പ്രതീക്ഷിക്കാം. 26 നോക്കട്ടെ. അപ്പം നമുക്ക് സോണി ബ്രാവി തന്നെ കുറച്ചും കൂടെയൊക്കെ ചീപ്പർ ഓപ്ഷനായിട്ടൊക്കെ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് TCL എന്ന് പറഞ്ഞൊരു മോശം ബ്രാൻഡല്ല. നിങ്ങൾക്ക് പക്കയായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ട്. ഇനി അവരത് ഡെവലപ്പ് ആവത്തേ ഉള്ളൂ. അതാണ് ഞാൻ ഈ പറഞ്ഞ സോണിയുടെ ഒരു കൊളാബറേഷൻ പറഞ്ഞത്. ബിക്കോസ് ഇനി അവന്മാർ മറ്റേ ഉളപ്പരിപാടി കാണിക്കൂല. ദേ വിൽ ബി വെരി സീരിയസ് വെൻ ഇറ്റ് കംസ് ടു സർവീസിങ് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഐ റിയലി ലൈക്ക് ദിസ് TV. രസമുണ്ട് ഇത് ഇങ്ങനെ ഒരു ഫ്രെയിമായിട്ട് ഇടുക, എന്നിട്ട് ഇങ്ങനെ അതും നോക്കിയിരിക്കുക. ഇത് പാട്ടൊക്കെ ഇടാം, മനസ്സിലായില്ലേ? പാട്ടൊക്കെ ഇങ്ങനെ പതുക്കെ പ്ലേ ഒക്കെ ചെയ്യും. അത് സൂത്തിങ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മനുഷ്യൻ വരച്ച പടമാണ് അത്. 2 കുതിരയുടെ. അപ്പം ഇതേപോലെ ഒരു ഫ്രെയിമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ.